ഹലോ ഗായ്സ്, നമുക്ക് ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, വണ്ടൂരാണ് കേട്ടോ. ഇത് അമ്മേൻ്റെ ചേച്ചിയാണ്, വല്യമ്മയാണ് ഞങ്ങളത്. അപ്പോൾ വല്യമ്മ എനിക്ക് വേണ്ടി ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ നന്നാക്കി തന്നപ്പോൾ എനിക്ക് അപ്പോൾ തോന്നിയൊരു ഇതൊരു വ്ളോഗാക്കി എടുത്താലോ എന്ന് വിചാരിച്ച് നമുക്ക് ബിരിയാണി വ്ളോഗിലേക്ക് പോകാം അല്ലേ. അപ്പോൾ എൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ, ഉള്ളി നന്നാക്കാൻ സഹായിക്കാനും. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ പുറത്ത് അടുപ്പ് കൂട്ടിത്തരുമോ, എനിക്ക് വെക്കാൻ സുഖമായിരുന്നു എന്ന് പറഞ്ഞിട്ടതാ എൻ്റെ അച്ഛൻ എനിക്ക് പുറത്തൊക്കെ അടുപ്പൊക്കെ വെച്ച് തീയൊക്കെ പിടിപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ ചേച്ചി അതായത് വീട്ടിൻ്റെ ഉള്ളിൽ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി ഇതാ എനിക്ക് വേണ്ട പൊടികളൊക്കെ, അതായത് മസാലയൊക്കെ പൊടിച്ച് ഉള്ളിയൊക്കെ വാട്ടി ആ മസാലയൊക്കെ മിക്സാക്കി ആ കമ്മണപ്പോൾ അവൾ അതിൻ്റെ തിരക്കിലാട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതിയ ആൾക്കാർ വല്ലവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതാ ഞാനിപ്പോൾ അരിയൊക്കെ കഴുകി ഒക്കെ സെറ്റാക്കി വെക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ചിക്കൻ വാങ്ങിയപ്പോൾ അതിപ്പോൾ തികയില്ല എന്ന് പറഞ്ഞ് അമ്മ എന്ത് ചെയ്തു, വീണ്ടും അച്ഛനെ ചിക്കൻ വാങ്ങാനായിട്ട് പറഞ്ഞയച്ചു. അതിൻ്റെ ഇടയിൽ അച്ഛൻ ആ സമയത്ത് പോയ നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം ചോറൊക്കെ വേവിച്ച് ഊറ്റിയിട്ടാട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയല്ല, രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചീൻ്റെ മോളുണ്ട്, അവൾ നേഴ്സാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അപ്പോൾ അവൾ പറഞ്ഞു, മേമേ നമുക്കിന്ന് ബിരിയാണി വെക്കില്ലെന്ന് പറഞ്ഞിട്ട് അവളാണ് ഗൂഗിൾ പേ എനിക്ക് പൈസയൊക്കെ അയച്ച് തന്ന് ഞങ്ങൾ അങ്ങാടി പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളൊന്ന് ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ വല്യമ്മ നല്ല ഇളക്കില്ല. ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു, അച്ഛൻ പോയി ചിക്കനൊക്കെ കൊണ്ടുവന്നു. രണ്ടും കൂടെ കിഴി നന്നാക്കി ചിക്കൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ എന്താ ചെയ്യുക അറിയാം, ചിക്കനിൻ്റെ അടിയിൽ മേളിൽ നമ്മൾ ഇല വെട്ടിയിട്ട് ചോറ് അതിൻ്റെ മുകളിൽ വെച്ച് സെറ്റായിട്ടാട്ടോ ഞാൻ അങ്ങനെയാണ് ദമ്മിടാറ്. അപ്പോൾ തുണി ഒഴിക്കുന്നവരുണ്ട് ചോറിൻ്റെ മുകളിൽ, ഞാൻ വാഴൻ്റെ ഇലയാണ് കേട്ടോ വയ്ക്കാറ്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ മക്കളെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മഴ വീണതിൻ്റെ മുന്നേ സെറ്റാക്കണം എന്നുള്ളത് അപ്പോൾ ധൃതിയിലുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ അതൊരു രസമല്ലേ. ഞങ്ങളൊന്നും കൂടെ ഉള്ളൂ ഇവിടെ. നാളെ എല്ലാവരും സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും പോകും, സ്കൂൾ തുറക്കാനൊക്കെ ആയില്ലേ. അപ്പോൾ കുറച്ച് ദിവസം വന്ന് നിൽക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ചേച്ചിയും ഇരുന്ന് വന്നത് കേട്ടോ. അപ്പോൾ മക്കളെ ഇതുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ ആയി, ദമ്മൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു. ഞങ്ങൾ ചോറൊക്കെ വേറെ പാത്രത്തിലാക്കി. അതിൻ്റെ ഇടയിൽ മക്കൾക്ക് കഴിക്കാൻ ഉള്ളൊരു ധൃതി ഭയങ്കര. അപ്പം അനിയൻ്റെ മോനുണ്ട്, ചെറുതാണ്, 2 വയസ്സാവുന്നുള്ളൂ. അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്, അമ്മായി മമ്മം എന്നൊക്കെ പറഞ്ഞു ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനോട് സംസാരിച്ചതുകൊണ്ട് ഞാൻ ചോറായി ഇന്നിങ്ങനെ എടുക്കുക. ഭയങ്കര ചൂടാണ് കണ്ടോ. എല്ലാവരുമൊക്കെ പോയി ഇങ്ങനെയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ അനിയൻ വന്നിട്ടില്ല, അനിയൻ ജോലിക്ക് പോയിട്ട് അവനൊരു 9 മണി 8 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.